നമസ്കാരം. ഇന്ന് ദീപാവലിയാണ്. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഇപ്പോൾ സമയം ഉച്ചയായി. ഇന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ ഭാര്യാഗൃഹത്തിൽ നിന്ന് എൻ്റെ ഭാര്യയുടെ സഹോദരന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും. അപ്പോൾ 3 സഹോദരന്മാരാണ്. അതിൽ 2 സഹോദരന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒരാളങ്ങ് തൃശ്ശൂരാണ്. അപ്പം ഇന്ന് അവരെയൊക്കെ ഇന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇന്ന് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം പാചകം ചെയ്തത് എൻ്റെ സഹോദരിയുടെ മകനാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അദ്ദേഹം ഷെഫാണ്, നല്ല രീതിയിൽ ഫുഡൊക്കെ പാചകം ചെയ്യും. അപ്പോൾ വൈക്കത്തൊരു കോളേജിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം. അരുൺ അരവിന്ദ്, ഞങ്ങൾ അച്ചു എന്ന് വിളിക്കും. പിന്നെ സഹോദരിയുടെ മകളുണ്ട്. അപ്പം ആ എല്ലാ കുട്ടിക്കൂട്ടങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം വിശേഷങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇതാണ് ഇവിടെ ആഹാരം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. ആഹാരം കഴിച്ചു തുടങ്ങി. അതാണ് മൂത്താൾ. ഇത് വിജി ടീച്ചറാണ്. ഇത് ഭാര്യ. ഇതാണ് പേര് പറ. പൊന്നു. +1 വിദ്യാർത്ഥിനിയാണ്. ഇതാണ് ഇത് ഗോപിക. ഗോപിക MBBS വിദ്യാർത്ഥിനിയാണ്. അക്ഷിത. ഇത് അതിഥി. പേര് പറ. എവിടെ? ആര്യൻ. ഹലോ. അതാണ്ട് ഇവിടെ വേറെ ആളൊരുമുണ്ട്. പേര് പറ. +1 വിദ്യാർത്ഥിനിയാണ് ഗാഥ. ഓക്കെ. ഇനി ഇത് അരുൺ അരവിന്ദ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെഫ്. അദ്ദേഹമാണ് മൊത്തം പാചകം ചെയ്തത്. ഓക്കെ. നല്ല അടിപൊളി ഫുഡാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഗോപു, ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. ആര്യൻ കൊള്ളാം. ഓ തേനു, ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട് ഫുഡ്? പിന്നെന്താ? അതെന്താ? സോയാബീൻ. ഇവിടെ ചിക്കൻ കഴിക്കാത്തവരുണ്ട്, അപ്പം അവർക്ക് വേണ്ടിയാണ് സോയാബീൻ. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചു. പിള്ളേരെല്ലാം കഴിച്ച് മുകളോട്ട് പോയി. ഇപ്പം അത് അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വൈഫിൻ്റെ അച്ഛൻ. ഓക്കെ. ഇതാണ് ഏറ്റവും ഇളയളിയൻ്റെ ഭാര്യ, ടീച്ചറാണ്. ഇത് അമ്മ. ഇപ്പം ഞാനും കഴിക്കാൻ തുടങ്ങും. നല്ല ഒന്നാന്തരം ബിരിയാണിയാണ്. ഞങ്ങളുടെ ഷെഫ് നല്ല പാചകക്കാരനാണ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അരുൺ അരവിന്ദ്. ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഫാക്കൽറ്റി ആയിട്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വൈക്കത്തുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എൻ്റെ വകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരോട് തന്നെ ചോദിക്കുക ഫുഡൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമായിരുന്നു എന്നൊക്കെ. ഓക്കെ, താങ്ക് യു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പറ. എവിടെ അത്? കാഞ്ഞിരപ്പള്ളി. ഓൺലൈൻ പഠനമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഈ മുറിയിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കൂട്ടങ്ങളെല്ലാം ഇവിടെ മുറിക്കാറുണ്ട്. മോടെ മുറിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാം.
എങ്ങനെയുണ്ട് പഠനമൊക്കെ? ഓൺലൈൻ പഠനമൊക്കെ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കുറിക്കാൻ തുടങ്ങിയോ? അത്യാവശ്യം തലവേദന, പനി ഇല്ല? ഓക്കെ. ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ്? ഏതാ? മൈസൂർ. ഓക്കെ. മൊത്തേ ഞാൻ മൊത്തം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബ്രൂക്ക് ഇൻ്റർനാഷണൽ ശാസ്താംകോട്ട. ഓക്കെ. ഏത് ക്ലാസ്സിലാണ്? അക്ഷിതേ, ആ എന്താ ചെയ്തപ്പോൾ? വാ പൊന്നു, വാ ഞാൻ എടുത്തോട്ടോ. പൊന്നു പ്ലസ് വൺ എവിടെ പഠിക്കുന്നത്? അത് മോഡൽ കരുനാഗപ്പള്ളി മോഡൽ ഗവൺമെന്റ് എച്ച്എസ്എസ്. അപ്പം ഞങ്ങൾ ഈ കുട്ടിക്കുറുമ്പന്മാരെല്ലാം കൂടെ, കുട്ടിക്കുറുമ്പുകളെല്ലാം കൂടെ ഞങ്ങൾ പിന്നെ ഒരു ഫോട്ടോഷൂട്ടിന് പോവുക. പിന്നെ ഇവിടെ പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ തീരത്ത് ചെറിയൊരു ബീച്ചുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോവുകയാണേ. അതെ, അപ്പം പിള്ളേരെല്ലാം കൂടെ വന്ന് ദീപാവലി ആഘോഷിക്കാൻ ഞങ്ങൾ വെള്ളനാതുരത്ത് ബീച്ചിലെത്തിയിരിക്കുകയാണ്. അതായത് കരുനാഗപ്പള്ളി താലൂക്കിലെ ആലപ്പാട് പഞ്ചായത്തിലെ തെക്കേ അറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് വെള്ളനാതുരത്ത് പറയുന്നത്. അതായത് അങ്ങ് ദൂരെ കാണുന്നതാണ് കാട്ടിലമ്പലം, മണികെട്ടുന്ന അമ്പലം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കാണാവുന്ന ദൂരത്തിലാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്നത് പന്മന, അതായത് ശങ്കരമംഗലം വഴിയാണ് ആ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി. അത് അവിടെ ചെന്ന് കടത്തിറങ്ങി വേണം പോകാൻ. ഇവിടെ തൊട്ടടുത്തായിട്ട് മൈനിങ് ഏരിയ ആണ്, 5000 മൈനിങ് ഏരിയ. ഇവിടുന്ന് ഒരു ബീച്ച് രൂപപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ അവധി ദിവസങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കില്ലാത്തതാണ്. അപ്പോൾ ഇവിടുന്ന് 16 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുമ്പോഴാണ് അഴീക്കൽ ബീച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഡോൾഫിൻ രതീഷ് പണിക്കർകട പാലത്തിൽ നിന്നും അഴീക്കൽ പാലത്തിലേക്ക് 10 കിലോമീറ്റർ കൈകാലുകൾ കെട്ടി നീന്തുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ രതീഷിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, രാവിലെ 9:30-ക്കാണ്. പക്ഷേ ഒരു കാര്യം, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പണിക്കരോട് പാലത്തിൽ നിന്നും അഴീക്കൽ പാലത്തിലേക്കല്ല. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവരുടെ ടീമെല്ലാം ഇതിൻ്റെ ഒഴുക്കിൻ്റെയൊക്കെ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ അഴീക്കൽ പാലത്തിൽ നിന്നും പണിക്കരോട് പാലത്തിലേക്ക് നീന്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് രാവിലെ 9:30-ക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടും അതുപോലെ അത് കാണാനും ഒക്കെ നിങ്ങൾ വരണം. പറ്റുമെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ആ വീഡിയോ കുറച്ച് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ കുട്ടികളെല്ലാം കൂടി ഇവിടെ ഭയങ്കര ആഘോഷത്തിലാണ്. അവർ കടലിൻ്റെ പിന്നെ ഫോട്ടോഷൂട്ട്.
ഫോട്ടോഷൂട്ടും ബീച്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അതെൻ്റെ 5:30 വൈകിട്ട്. അതിനാനേ ബൈ ബൈ ബൈ. അപ്പോൾ അങ്ങനെ ദീപാവലി വിശേഷങ്ങൾ ഇന്നിവിടെ തീരുകയാണ്. എല്ലാവരുടെയും വീടുകളിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റു വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും Signing off, Anil Lambo. ബൈ.